എൻ്റെ പേര് സുമി സാബു. ഞാൻ മാമ്പഴക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 8-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം, മാതാവ് അത്ഭുതം പ്രവചിച്ച് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നാമതായിട്ട് എൻ്റെ പപ്പ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. പപ്പ ഇലക്ട്രീഷ്യനാണ്. അപ്പം പപ്പയുടെ ജോലിയുടെ ഭാഗമായിട്ട് പപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നവംബർ അവസാനം പപ്പയ്ക്ക് ഒരു മെഡിക്കൽ ചെയ്തു. അപ്പം മെഡിക്കൽ ചെയ്തപ്പം പപ്പയുടെ ഹാർട്ടിൻ്റെ വാൾവിന് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പം വാൾവ് റീപ്ലേസ്മെൻ്റ് അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം പപ്പയ്ക്ക് മെഡിക്കൽ അൺഫിറ്റ് അടിച്ചു. അപ്പം അൺഫിറ്റ് അടിച്ച പപ്പയ്ക്ക് ഓഫ്ഷോർ ജോലി ചെയ്യാൻ പറ്റത്തില്ല, കമ്പനിയിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും സങ്കടമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ പപ്പയാണ് ഞങ്ങളുടെ എല്ലാം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അതിന് തുടർന്ന് ഞാൻ ഡിസംബർ 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞ് പപ്പ അബുദാബി തന്നെ അഹല്യയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. അവിടെ വെച്ച് വേറൊരു എക്കോ ചെയ്തു. ആ എക്കോയ്ക്കകത്ത് പപ്പയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി പപ്പ എമർജൻസി ആയിട്ട് ലീവ് എടുത്ത് നാട്ടിൽ വന്ന് ഞങ്ങൾ കല്ലിശ്ശേരിയിൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒന്നുകൂടെ അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. ഒരു എക്കോ അപ്പം തന്നെ ഞങ്ങൾ വീണ്ടും എടുത്തു. ആ എക്കോയ്ക്കകത്ത് പപ്പയ്ക്ക് ഹാർട്ടിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല, വാൾവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ഒരു മെഡിസിൻ പോലും എടുക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പം അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ OET എഴുതിയായിരുന്നു. അപ്പം ഞാൻ ഈ മാർച്ച് 25-നാണ് ഞാൻ OET എക്സാം എഴുതിയത്. എനിക്ക് OET എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാൻ സ്പീക്കിംഗ് ഒക്കെ ഞാൻ നിന്ന് വിഷമിച്ച് പോയി. ഞാൻ സ്പീക്കിംഗ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് നിന്ന് പോസായി പോയിട്ട് അങ്ങ് എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ അങ്ങ് വെള്ളം വരുമായിരുന്നു. ഞാൻ ആ ഇൻ്റർലോക്കേറ്ററിൻ്റെ മുന്നിലിരുന്ന് അങ്ങ് കരഞ്ഞു. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആ ഇൻ്റർലോക്കേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല പോട്ടെ, കുഴപ്പമില്ല, ഇപ്പം കിട്ടിയില്ല, നമുക്ക് അടുത്ത തവണ എഴുതാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നെ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന അമ്മേനൊക്കെ കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് OET കിട്ടില്ല അമ്മ, എനിക്ക് കിട്ടത്തില്ല, ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, സുമി നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മ മാതാവ് ഒരിക്കലും നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞ സ്പീക്കിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കാര്യങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. കോടാനുകോടി നന്ദി പറയുന്നു.